പ്രിയമുള്ളവരെ, കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വി ഡി സതീശനൊപ്പം നിൽക്കാതെ കെ സി വേണുഗോപാലിന് അനുകൂലമായി ഹൈക്കമാൻഡിന്റെ മുന്നിൽ വോട്ട് രേഖപ്പെടുത്തി എന്ന് മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ച എം എൽ എമാർക്കെതിരെ കോൺഗ്രസ് അണികളുടെയും സാധാരണ ജനങ്ങളുടെയും പ്രതിഷേധമുണ്ടാകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ കെ എം അഭിജിത്ത് നാദാപുരം എം എൽ എക്കെതിരെ കല്യാണ വീടുകളിൽ വെച്ച് ഇതോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ആളുകൾ ഉന്നയിച്ചു. ഇന്ന് കുന്നത്തുനാട് എം എൽ എ വി പി സജീന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ട് വി ഡിക്കൊപ്പമല്ലേ എന്ന ചോദ്യം ആളുകൾ ഉന്നയിച്ചു. അദ്ദേഹം എന്തൊക്കെയോ മറുപടി പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പായി. അതായത് കോൺഗ്രസിൻ്റെ അണികൾ, കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ ഒക്കെയും വി ഡി സതീശൻ അനുകൂലമായി എം എൽ എമാർ വോട്ടിടാത്തതിന് പ്രതികരിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഘടിപ്പിക്കുന്നു. ഒരുപക്ഷെ 2021 വി എസ് അച്യുതാനന്ദന് CPM സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയതിന് സമാനമായി എന്ന് പറയുവാൻ കഴിയില്ല. കാരണം കുറച്ചുകൂടി തീവ്രമായ രീതിയിൽ ആളുകളുടെ ഇടയിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും CPM പോലെയുള്ള കേഡർ പാർട്ടിയല്ല കോൺഗ്രസ്. അവിടെ ജനാധിപത്യ അവകാശങ്ങളും അധികാരങ്ങളും കൂടുതലാണ്. ജനങ്ങൾക്ക് പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും നേതാക്കന്മാർക്കെതിരെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അവിടെ പ്രതിഷേധങ്ങൾ 2021 വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചതിനേക്കാളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നോ നാളെയോ തീരുമാനം അന്തിമമായി ഉണ്ടാകും എന്ന വാർത്തകൾ പുറത്തു വരുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച കണക്കുകളല്ല ഇപ്പോൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 47 പരം MLA മാർ കെ സി വേണുഗോപാലിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ CNN ന്യൂസ് 18 പോലെയുള്ള ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നത് 32 MLA മാർ വി ഡി സതീശനോടൊപ്പം എന്നാണ്. അതായത് കേരളത്തിലെ മാധ്യമങ്ങളും ആരാണോ മുഖ്യമന്ത്രിയാകാൻ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് അനുകൂലമായി മാധ്യമ വാർത്തകൾ കൊടുക്കുന്നതെന്ന് ബന്ധപ്പെട്ടാണ്. ഏഷ്യാനെറ്റും ബിഗ് ടിവിയും ഒക്കെ കെ സി വേണുഗോപാൽ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ മീഡിയ വൺ വി ഡി സതീശനാണ് സാധ്യത, വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചേക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നതും പ്രസിദ്ധീകരിക്കുന്നതും. പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിനിധീകരിച്ച സംസ്ഥാനമാണ്. കോൺഗ്രസ്സിന് രാഷ്ട്രീയ അഭയം നൽകി. അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുമ്പോഴും രാഷ്ട്രീയ അഭയം നൽകിയ സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മെയ് 4 റിസൾട്ട് പ്രസിദ്ധീകരിച്ച സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ഏക സംസ്ഥാനവും കേരളമാണ്. ആസാമിലും പശ്ചിമ ബംഗാളിലുമൊക്കെ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പോയി. മാത്രമല്ല തമിഴ്നാട്ടിൽ TVKയുമായി ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. കേരളത്തിലുമാണ് കോൺഗ്രസ്സിന് മുഖ്യമന്ത്രിമാരുള്ളത് എന്ന ഒരു പ്രത്യേകത നിലനിൽക്കുന്നു. എന്തായാലും കോൺഗ്രസ്സിലെ MLA മാർ അവരുടെ മണ്ഡലങ്ങളിൽ തങ്ങളുടെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ AICCയുടെ ലെറ്റർ പേഡിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒപ്പം AICC ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ സത്യപ്രതിജ്ഞ ചെയ്യും അടുത്ത ദിവസങ്ങൾ എന്ന പേരിലും ഒക്കെയും വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വി ഡി സതീശൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും അണികൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒക്കെയും ഇത്തരം വ്യാജ നിർമ്മിതികൾ പടച്ചുവിടുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നുള്ള അഭിപ്രായം AK ആൻ്റണിയുടെ കൂടി അഭിപ്രായമാരായുന്ന പക്ഷം അദ്ദേഹം വി ഡി സതീശനെ പിന്തുണയ്ക്കുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ K മുരളീധരൻ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വി ഡി സതീശനോടൊപ്പമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കെ സുധാകരൻ പക്ഷേ അദ്ദേഹം കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തട്ടകമായ കണ്ണൂരിൽ പോലും കെ സുധാകരന് പഴയ സ്വാധീനം നഷ്ടപ്പെടുന്നതായുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂരിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ KSനോട് കണ്ണൂരിലുള്ള പഴയ കോൺഗ്രസ് അണികൾക്ക് പോലും അദ്ദേഹത്തോട് അത്ര വലിയ താല്പര്യം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിത്വം കേരളത്തിലാകമാനം കോൺഗ്രസിൻ്റെ ഒരു മുഖമായി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കോൺഗ്രസും ലീഗും RSPയും കേരള കോൺഗ്രസ് ജോസഫും ഒക്കെ ഏകകണ്ഠമായി തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി
വാദിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഈ അടുത്ത സമയങ്ങളിൽ കണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കെ എസിൻ്റെ തട്ടകമായ കണ്ണൂരിൽ പോലും വി ഡി സതീശനെതിരായ കെ എസിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശനോടൊപ്പം ഫർസിൻ മജീദ്, നമ്മൾ പിണറായി വിജയനെ വിമാനത്തിൽ കരിങ്കൊടി കാണിച്ച ആ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം വി ഡി സതീശനോടൊപ്പം നമ്മൾ മിക്കപ്പോഴും കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും വി ഡി സതീശന് അനുകൂലമാണ്. അദ്ദേഹം കെ എസ് ബ്രിഗേഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലും കെ എസ് നിന്ന് ഒരു മേധാവിത്വം, കോൺഗ്രസിൻ്റെ മേധാവിത്വം വി ഡി സതീശനിലേക്ക് പോകുന്നു എന്ന ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള വിശകലനങ്ങളാണ്. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടായാൽ ലീഗിൻ്റെ ഒരു പ്രമാദിത്വം അതിന് ഇടിവുണ്ടാകും. കാരണം 2ാം നമ്പർ കാറ്, സ്റ്റേറ്റ് കാറ് കുഞ്ഞാലിക്കുട്ടിക്കാണ്. പക്ഷേ ഉപമുഖ്യമന്ത്രിയായി വി ഡി സതീശനോ RCO രമേശ് ചെന്നിത്തലയോ ഒക്കെ വന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ മന്ത്രിസഭയിൽ 3ാമതോ 4ാമതോ ഒക്കെ ആയി കുഞ്ഞാലിക്കുട്ടി താഴ്ന്നു പോകും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ലീഗ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉപമുഖ്യമന്ത്രി പദം ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഉടക്കി നിൽക്കുന്ന RCക്കോ വി ഡി സതീശനോ ഒന്നും കൊടുത്തുകൊണ്ടൊരു കോംപ്രമൈസിന് ലീഗ് തയ്യാറാകും എന്ന് തോന്നുന്നില്ല എന്ന ഒരു വിശകലനം കൂടി പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷേ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ അവരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയാണ്. സംസ്ഥാനത്ത് ഒരു ആഭ്യന്തരമന്ത്രി പദവിയും ഒപ്പം മുഖ്യമന്ത്രിയാക്കാതെ AICCയിൽ ഇപ്പോൾ KC വേണുഗോപാൽ വഹിക്കുന്ന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം നൽകിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ ചിലപ്പോൾ മന്ത്രിസഭയിൽ എടുത്തേക്കാം എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ്. അത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ ഉള്ള സാഹചര്യമാണ് പറയുന്നത്. കുറച്ചുകൂടി നല്ലതുപോലെ ഹിന്ദി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന വ്യക്തിത്വമാണ് രമേശ് ചെന്നിത്തല എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് 2030 കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും സ്ഥാനം, 2ാമതുള്ള ഒരു സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് MLA-മാരുടെ ഇടയിലും അത്ര വലിയ സപ്പോർട്ട് കിട്ടുന്നില്ല. മാത്രമല്ല പൊതുജനങ്ങളും അദ്ദേഹത്തെക്കാൾ സപ്പോർട്ട് ചെയ്യുന്നത് വി ഡി സതീശനെയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായൊരു അനുകമ്പ അത് ചിലപ്പോൾ സോണിയാഗാന്ധിയുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവുകേട് കൊണ്ടല്ല മാറ്റിയത്, അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരുവാൻ സാധിക്കാതിരിക്കുകയും CPM-ന് തുടർഭരണം ഉണ്ടാകുകയും ചെയ്തത് എന്ന ഒരു വിലയിരുത്തൽ ഒരുപക്ഷെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നടത്തിയാൽ അദ്ദേഹത്തിനും ഞറുക്കുവീന്നേക്കാം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ വി ഡി സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള ഒരു ഫൈറ്റായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദം മാറുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങൾ വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.